ഡ്രീം ലാൻഡിൽ മിങ്കി കിളീനെയായിരുന്നു എല്ലാ മൃഗങ്ങൾക്കും ഇഷ്ടക്കൂടുതല്. കാരണം അവളെ പോലെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം മിങ്കി കിളി അവളുടെ കിളിക്കൂടിലിരിക്കുകയായിരുന്നു. അപ്പൊ സോനു പ്രാവ് അവളുടെ അടുത്ത് വന്ന്, മിങ്കി സഹോദരി, എന്നെ നീ ദയവായി സഹായിക്കണം. എന്റെ മോൻ ചിങ്കു, പറക്കാൻ പോലും കഴിയാത്ത അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുഴിയിൽ വീണു. ആ കുഴിക്ക് വളരെ ആഴമുണ്ട്. കുഴിയുടെ വാ വളരെ ചെറുതാണ്. അതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നിനക്കകത്തേക്ക് കടക്കാൻ പറ്റുമെന്നാണ്. എന്നിട്ട് ചിങ്കുവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്തിനാ വൈകിക്കുന്നത്? നമുക്ക് ഇപ്പൊ തന്നെ പോകാം. സോനു പ്രാവിന്റെ കൂടെ മിങ്കി കിളി പോയി ഒരു സ്ഥലത്തെത്തി. തറയിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. അതിനു ചുറ്റും ഒരുപാട് പക്ഷികൾ ഇരിപ്പുണ്ടായിരുന്നു. അല്ല മിൻകിജിരിയ, നീ വന്നോ? കണ്ടില്ലേ, ഇതാണ് ആ കുഴി. അതിനുള്ളിലാണ് സോനുപ്രാവിന്റെ കുഞ്ഞു പെട്ടിരിക്കുന്നത്. ഇത് കാണാൻ വളരെ ചെറുതാണല്ലോ. പക്ഷെ ഒരു കുഞ്ഞിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. മിങ്കി കിളി ഒന്നും ആലോചിക്കാതെ വേഗം തന്നെ പറന്ന് ആ കുഴിയുടെ അകത്തോട്ട് പോയി. അവൾ അകത്തേക്ക് പോയപ്പോ ബാക്കി പക്ഷികളും മൃഗങ്ങളും കാത്തിരിപ്പായി അവൾക്ക് വേണ്ടി. മിൻകു പക്ഷി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് ചിങ്കുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? ഈ ചോദ്യത്തിന് അകത്തുനിന്ന് ഒരു ഉത്തരവും വന്നില്ല. ബാക്കി പക്ഷികൾ അതിന്റെ അടുത്തേക്ക് ഒന്നും കൂടെ വന്നു. അപ്പോഴേക്കും മിങ്കി കിളി പുറത്തോട്ട് വന്നു. അവരെല്ലാരും കണ്ടത് മിങ്കു കിളിയുടെ കാലില് ചിങ്കു തൂങ്ങിക്കിടക്കുന്നു. ഹായ്, കൊള്ളാം. മിങ്കു പക്ഷി വീണ്ടും സ്വന്തം ജീവൻ പണയം വെച്ച് എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ എപ്പോഴൊക്കെ ആരെങ്കിലും സഹായിക്കുമോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇങ്ങനെ എപ്പോഴും മിങ്കി കിളി കാട്ടിലെ എല്ലാവരെയും സഹായിച്ച് നടക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം മിങ്കി കിളിക്ക് വയ്യാണ്ടായി. ഇത് എനിക്കെന്താ പറ്റുന്നേ? അവളുടെ നിലവിളി കേട്ട് അടുത്തുണ്ടായിരുന്ന പക്ഷിയും മൃഗങ്ങളും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അല്ല മിങ്കു പക്ഷി, നിനക്ക് എന്തു പറ്റി? എന്റെ വയറ് വല്ലാതെ നോവുന്നു, ഭയങ്കരമായിട്ടും. ശരി, നീ വിഷമിക്കണ്ട. ഞാൻ ഡോക്ടർ ബന്ദറിനെ വിളിച്ചുകൊണ്ട് വരാം. കുറച്ചേരം കഴിഞ്ഞപ്പോ സോനുപ്രാവ് ഡോക്ടർ കുരങ്ങനെ കൊണ്ടുവന്നു. അയ്യോ മിങ്കു പക്ഷി, എനിക്കിതെങ്ങനെ പറയണമെന്ന് മനസ്സിലാകുന്നില്ല. പറയാനുള്ള ധൈര്യവുമില്ല. എന്തായാലും പറഞ്ഞോളൂ. ഇതിന് മാത്രം എന്താ ഉള്ളത്? മനുഷ്യനെ എങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട്? മിങ്കു പക്ഷിയെ ഞങ്ങൾ എല്ലാവരും സഹായിക്കും. മിങ്കു പക്ഷിയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകും. മിങ്കു പക്ഷിയുടെ വയറ് പൂർണ്ണമായും അപകടത്തിലാണ്. അവൻ പെട്ടെന്ന് നീലാപ്പിൾ കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ മരണപ്പെടും. ഇത് കേട്ട് എല്ലാരും ഞെട്ടിപ്പോയി. മിങ്കി കിളിക്ക് ആകെ ടെൻഷനായി പോയി. നീലാപ്പിളിനെ കുറിച്ചാ പറഞ്ഞതെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് മിങ്കിക്ക് കൊടുത്തോളാം. ആ മരം എവിടെ ഇരിക്കുന്നെന്ന് എന്നോട് പറയൂ. എന്തിനെങ്ങനെ പേടിപ്പിക്കുന്നത്? അതാ ഞാനിങ്ങനെ പറയുന്നത്. മനുഷ്യർ നമ്മുടെ കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. അക്കൂട്ടത്തിൽ നീലാപ്പിളിന്റെ മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് അവ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ട് എല്ലാവർക്കും വളരെ സങ്കടമായി. എല്ലാരും മിങ്കി കിളീനെ വല്ലാതെ സങ്കടത്തോടെ നോക്കി. അപ്പോഴേക്കും അവിടെ ചോട്ടുമുയൽ വന്നു. അയ്യോ അയ്യോ. അല്ല ചോട്ടുമുയലേ, നിന്റെ കണ്ണിന് ഇതെന്തു പറ്റി? ഇന്ന് രാവിലെ എന്റെ കണ്ണില് എന്തോ ഒന്ന് വീണു. അത് കാരണം ഭയങ്കര നീറ്റല. എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. അല്ല, നിന്റെ കണ്ണിലിരിക്കുന്നത് മരത്തിൽ നിന്നുള്ള പാലാണ്. ഇനി ഇത് ശരിയാവുന്നത് എങ്ങനെയാ? വഴി ഞാൻ പറഞ്ഞു തരാം. കറുത്ത കുന്നിന്റെ താഴ്വരയിൽ അങ്ങനെ ഒരു ചെടിയുണ്ട്. അതിലൊരു പച്ച നിറത്തിലുള്ള പൂവുണ്ട്. ഇനി ആ പുഷ്പദളത്തിന്റെ നീര് നിന്റെ കണ്ണിലേക്ക് പുരട്ടിയാൽ നിന്റെ കണ്ണുകൾ അപ്പോൾ തുറക്കപ്പെടും. ഇനി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ കണ്ണ് കൂടാതെ നിന്റെ ചെവിക്കും തലച്ചോറിനുമെല്ലാം കേടുപാടുകൾ സംഭവിക്കും. പക്ഷെ കറുത്ത കുന്നിന്റെ താഴെ ഭയങ്കര കൂരിട്ടാ. അവിടെ രാവിലെ പോയാലും ഒന്നും കാണാൻ പറ്റില്ല. അവിടെ ആര് പോകാനായി? ഈ കാര്യം ഞാൻ ചെയ്യാം. അയ്യോ, നിന്റെ അവസ്ഥ ഇതിനേക്കാളും മോശമല്ലേ? പിന്നെ നീ എങ്ങനെയാ ഈ ജോലി ചെയ്യുന്നത്? കുഴപ്പമില്ല, എന്റെ അടുത്ത് രാത്രി വരെ സമയമുണ്ടല്ലോ. ഞാൻ മരിക്കുന്നതിന് മുൻപ് ചോട്ടുമുയലിനെ രക്ഷപ്പെടുത്തിയിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും കണ്ണു നിറഞ്ഞുപോയി.
അങ്ങനെ മിങ്കിക്കിളി കറുത്ത കുന്നിലേക്ക് പറന്നുപോയി. 1 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം കറുത്ത കുന്ന് കാണാൻ തുടങ്ങി. എന്റെ വയറെന്താ ഇങ്ങനെ നോവുന്നേ? എന്റെ ഈശ്വര, എനിക്ക് അവസാനമായിട്ട് ഈ കാര്യം ചെയ്യാൻ അനുവദിക്കണേ. അത് കഴിഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചോ. ധൈര്യപൂർവ്വം കറുത്ത കുന്നിന്റെ താഴ്വാരത്തിൽ വന്നു ചേർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഇവിടെ എന്തോരം മരങ്ങളും ചെടികളുമാ. ആ പച്ചപ്പൂവിനെ ഞാൻ എങ്ങനെ തപ്പിയെടുക്കും? അവളുടെ വേദന സഹിക്കവേ തന്നെ അവളുടെ തെരച്ചിൽ തുടർന്നു. അങ്ങനെ അവസാനം പച്ച നിറത്തിലുള്ള പൂവ് അവൾക്ക് കിട്ടി. അവളൊരു പൂ പറിച്ചു. അതിനെയും കൊണ്ട് പറക്കാൻ നോക്കിയപ്പോഴേക്കും അവളുടെ ബുദ്ധിമുട്ട് കൂടാൻ തുടങ്ങി. ആ എന്റെ ദൈവമേ, എനിക്ക് കരുത്തതായോ? എനിക്ക് എന്റെ വേദന ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പൂവിനെ എങ്ങനെ പൊക്കിയെടുക്കും? കുറച്ചു നേരത്തേക്ക് എന്റെ വേദന മാറ്റിത്തായോ? അവൾ തറയിലിരുന്ന് നീട്ടത്തിൽ ശ്വാസം വിടാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. അപ്പൊ അവളുടെ കണ്ണുകൾ മുമ്പിലെ മരത്തിലേക്ക് പോയി. അതിൽ നീല ആപ്പിൾ ഉണ്ടായിരുന്നു. ഇത് നീല ആപ്പിൾ അല്ലേ? ഇത് അത് തന്നെയല്ലേ കുരങ്ങൻ ഡോക്ടർ എന്നോട് കഴിക്കാൻ പറഞ്ഞ ആപ്പിള്? അങ്ങനെ ധൈര്യത്തോടെ തന്നെ ആ മരത്തിന്റെ കമ്പിൽ പോയിരുന്നു. അങ്ങനെ നീല ആപ്പിള് 2-3 പ്രാവശ്യമായി നല്ല രീതിയിൽ ചവച്ചരച്ചു തിന്നു. അത് കഴിച്ചതോടെ അവളുടെ വേദന ദേ പോയി. ആഹാ, എന്റെ വേദനയൊക്കെ പോയല്ലോ. ദൈവമേ, നന്ദിയുണ്ട്. അങ്ങനെ ആ പൂ അവളെടുത്ത് നേരെ പറന്നു പോയി. കുറച്ചു നേരം പറന്നു കഴിഞ്ഞപ്പോ അവൾ അതേ സ്ഥലത്ത് വന്നു. ചോട്ടുമുയൽ വേദന കൊണ്ട് പിടയുകയായിരുന്നു. അയ്യോ അയ്യോ! അല്ല, മിങ്കു പക്ഷി വീണ്ടും തന്നെ വാഗ്ദാനം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ദാ വന്നിരിക്കുന്നു. കൊരങ്ങൻ ഡോക്ടർ മിങ്കിക്കിളിയിൽ നിന്നും ആ പൂവങ്ങെടുക്കും. എന്നിട്ട് ചോട്ടുമുയലിന്റെ കണ്ണിലേക്ക് പിഴിഞ്ഞൊഴിക്കും. അതിന്റെ നീര് കണ്ണിലേക്ക് വീണപ്പോ മുയല് കണ്ണു തുറന്നു. അങ്ങനെ കണ്ണുകൾ ശരിയായി. ആഹാ, ഞാൻ ശരിയായല്ലോ. മിങ്കിക്കിളി, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. മിങ്കി പക്ഷി, നിന്റെ വയറുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നിന്റെ വേദന മാറിയോ? അതെന്താ സംഭവം വെച്ചാലേ, ചോട്ടുമുയലിന് വേണ്ടി പൂവെടുക്കാൻ പോയ സമയത്തുണ്ടല്ലോ, അതേ സ്ഥലത്ത് നീല ആപ്പിളിന്റെ മരം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതങ്ങെടുത്ത് കഴിച്ചു. അത് കൊള്ളാലോ. അത് കൊള്ളാം. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടർ കുരങ്ങൻ പറഞ്ഞു, മിങ്കു പക്ഷി ചോട്ടുമുയലിന്റെ ജീവൻ രക്ഷിക്കാനാണ് അങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് ദൈവം മിങ്കു പക്ഷിയുടെ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്തു. അതെ, ശരിയാ പറഞ്ഞത്. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്ന ആൾക്കാരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല.